നമ്മുടെ കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും നമ്മുടെ കർത്താവിൻ്റെ മാളിക മുറി പ്രഭാഷണമാണ് നമ്മൾ ഈ നാളുകളിൽ ധ്യാനിച്ച് വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 16-ാം അധ്യായത്തിൻ്റെ മിക്കവാറും കാര്യങ്ങൾ അല്പമായിട്ടെങ്കിലും ധ്യാനിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. ആ അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ കൂടെ വളരെ അത്യാവശ്യമായതും നാം ഗ്രഹിച്ചിരിക്കേണ്ടതുമായ കാര്യങ്ങൾ ഇനിയും ധ്യാനിക്കുവാൻ ആവശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി 16-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം മുതൽ അതിൻ്റെ 11-ാമത്തെ വാക്യം വരെ ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. 16-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. നാം അറിയുന്നത് പോലെ നമ്മുടെ കർത്താവിൻ്റെ ഒരു യാത്ര പറച്ചിലാണ് തൻ്റെ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ. ആ നിലയിൽ അവർ ഒരുമിച്ച് കൂടുമ്പോൾ നാം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വായിക്കുന്നുണ്ട്: പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുവാനുള്ള നാഴിക വന്നു എന്നറിഞ്ഞതിന് ശേഷമാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ച് ആ മാളിക മുറിയിൽ കൂടുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നത്. ഏതാനും ചില മിനിറ്റുകളുടെ പ്രഭാഷണത്തിന് ശേഷം ഒടുവിലേക്ക് വരുമ്പോൾ കർത്താവ് അവിടെ പറയുന്നത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. അവിടെ നാം വായിക്കുമ്പോൾ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് കൂടുതൽ അത് പ്രയോജനമാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ് എന്നുള്ള ആശയത്തിലാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ആയിരുന്ന സമയത്ത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ തൻ്റെ ആയുസ്സിന് ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ 33.5 വയസ്സ് വരെ മാത്രമേ ഈ ഭൂമിയിൽ നമ്മുടെ കർത്താവ് ആയിരുന്നുള്ളൂ. പിന്നെയും നമുക്കറിയാം, ആ പലസ്തീൻ്റെ ആ പരിസര പ്രദേശങ്ങൾ വിട്ട് കർത്താവ് മറ്റൊരു രാജ്യത്തേക്ക് പോയതായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഒരു ചുരുങ്ങിയ മേഖലകൾ മാത്രമായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ പ്രവൃത്തി മണ്ഡലം എന്ന് പറയുന്നത്. ചുരുക്കം ചില നാളുകൾ മാത്രമായിരുന്നു കർത്താവിൻ്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത്. എന്നാൽ കർത്താവ് തന്നെ പിതാവായ ദൈവം ഏൽപ്പിച്ചതായ ആ ശുശ്രൂഷകൾ നിവർത്തിക്കപ്പെടേണ്ടതായ സമയമായി എന്നറിയുമ്പോൾ താൻ തന്റെ ശിഷ്യന്മാരോട് ഒരുമിപ്പിച്ച് കൂട്ടിക്കൊണ്ട് പറയുകയാണ്, ഞാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് താൽക്കാലികമായ ദുഃഖമുണ്ട്, അത് സത്യമാണ് എന്ന് വരികിലും ഞാൻ പോകുന്നത് നിങ്ങൾക്ക് അത് നല്ലതാണ്, നിങ്ങൾക്ക് അത് പ്രയോജനമാണ്. ആ പ്രയോജനത്തെക്കുറിച്ച് നാം മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ താഴെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ് അത് നമുക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ഞാൻ ആ വാക്യത്തിൽ നിന്നും ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഓർക്കുവാനിടയായത്, നമ്മോടുള്ള ബന്ധത്തിൽ കർത്താവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. നല്ലത് മാത്രമേ നമ്മുടെ കർത്താവ് ചെയ്യുകയുള്ളൂ. ഇവിടെ നല്ലത് എന്ന് പറയുമ്പോൾ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത് എന്നാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാകുന്നുണ്ട്? ഒരു വേർപിരിയൽ, ഒരു സെപ്പറേഷൻ അവിടെ സംഭവിക്കുകയാണ്. വേർപിരിയലുകൾ ഏത് കാലത്തും താൽക്കാലികമായ ദുഃഖം ഉളവാക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ അത് പിന്നത്തേതിൽ എന്തുണ്ടാക്കും?
പിന്നത്തേതിൽ അത് നന്മയ്ക്കാക്കി മാറ്റുന്നവനാണ് ദൈവം. നമുക്കറിയാം, ഒരു അമ്മയുടെ ഉദരത്തിൽ വളരുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ച്, അമ്മയുടെ ഗർഭപാത്രം ആ കുഞ്ഞിനെ സംബന്ധിച്ച് വളരെ സുരക്ഷിതത്വമുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ആ കുഞ്ഞ് പുറത്തു വന്നേ മതിയാകൂ. ആ കുഞ്ഞ് വളർന്ന് ഒരു 3-4 വയസ്സ് പ്രായമാകുമ്പോൾ നമുക്കറിയാം, കുഞ്ഞിനെ അംഗൻവാടിയിലോ നഴ്സറിയിലോ നമ്മൾ അയക്കും. എന്തൊരു കരച്ചിലായിരിക്കും അല്ലേ! വലിയ കരച്ചിലാണ്. പക്ഷേ അത് സംഭവിച്ചേ മതിയാകൂ. ആ കുഞ്ഞിന്റെ തുടർന്നുള്ളതായിരിക്കുന്ന വളർച്ചയ്ക്കും ഉന്നമനത്തിനും ആ വേർപാട് ഉണ്ടായേ സാധിക്കുകയുള്ളൂ. കുറെ കൂടെ വളർന്നു ഉപരിപഠനത്തിനായി നമ്മുടെ മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ചേക്കേറും. അതും വേദനാജനകം തന്നെയാണ്. പക്ഷേ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്ക് അതുണ്ടായേ മതിയാകുകയുള്ളൂ. പെൺകുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയാകുന്ന സമയത്ത് ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന കാര്യമാണെന്ത്? ഒരു വിവാഹം. കാര്യം വേദനയൊക്കെ ഉണ്ട്, പക്ഷേ അത് സംഭവിച്ചേ മതിയാകുകയുള്ളൂ ഒരു നന്മ ഉണ്ടാകുവാൻ. ഒരു മരണം അത് വേദനാജനകമാണ്, അതും ഒരു വേർപാടാണല്ലേ. പക്ഷേ ദൈവമക്കളായി നമ്മെ സംബന്ധിച്ച് ചെന്നെത്തുന്ന സ്ഥാനത്തിന്റെ മഹത്വം ഓർക്കുമ്പോൾ ആ താൽക്കാലികമായ ദുഃഖവും നാം മറക്കുകയാണ്. അപ്പോൾ ഈ വേർപാടുകൾ ഇവിടെ കർത്താവ് പറയുന്നതും നമ്മൾ ഈ ഉദാഹരണം പറഞ്ഞതും ഇതുമായിട്ട് വളരെ അന്തരമുണ്ട്, എങ്കിലും നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ വേർപിരിയലുകൾ താൽക്കാലികമായി ദുഃഖം ഉളവാക്കുന്നതെങ്കിലും അത് പിന്നത്തേതിൽ വലിയ നന്മയ്ക്ക് മുഖാന്തരമായിട്ട് തീർക്കുന്നതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ വായിച്ച ആ വാക്യത്തിലുണ്ടല്ലോ, ഞാൻ സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. എന്താ പ്രയോജനമായിട്ട് പറഞ്ഞത്? ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അപ്പോൾ പോകുന്നതിന്റെ പ്രയോജനം എന്താണ്? കാര്യസ്ഥനെ അയക്കും. കാര്യസ്ഥൻ ആരാണെന്ന് നമ്മളത് വിശദമായി പഠിച്ച കാര്യമാണ്. എന്നാൽ വ്യത്യസ്തമായിരിക്കുന്ന ചില ചിന്തകൾ കൂടെ ഇന്ന് പങ്കുവെക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ഞാൻ അയക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ ഞാൻ അയച്ചു തരണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് ഞാൻ പോയേ മതിയാകുകയുള്ളൂ. ആ പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ദൈവമക്കളായിരിക്കുന്ന നമ്മോടുള്ള ബന്ധത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുക എന്നത് ചുരുക്കമായി ഒന്ന് പറയുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം അത് വിശദമായിട്ട് പഠിച്ച കാര്യമാണ്. എന്നാൽ ഒരു ആവർത്തനം എന്ന നിലയിൽ പറയുമ്പോൾ തന്നെ ചില ആത്മീകമായിരിക്കുന്ന സത്യങ്ങൾ നാം അതിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മിൽ ഒരു അച്ചാരമായിട്ടുണ്ട്, നമ്മിൽ ഒരു മുദ്രയായിട്ട് ഉണ്ട്. പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമ്മിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നാം ദൈവത്തിന്റെ വകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കളായ നമുക്ക് അത് നന്മയായിത്തീരുന്നത് ഏതർത്ഥത്തിലാണ് എന്നുള്ളത് നാം ചിന്തിക്കണം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിന് ആ വ്യക്തിയുടെ മേൽ പരമാധികാരമുണ്ട്. നാം തിരുവഴുത്തിൽ നിന്ന് അന്ന് പഠിച്ച കാര്യങ്ങളാണെങ്കിലും ഞാനൊന്ന് ഓടിച്ച് ചില കാര്യങ്ങൾ പറയാം. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് 14-ാം അധ്യായത്തിൽ, എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഒരു കാര്യസ്ഥൻ എന്ന നിലയിൽ എന്ത് ചെയ്യുന്നു? നമ്മോട് കൂടെ ഇരിക്കുന്നു. പിന്നെ ആ 14-ാം അധ്യായത്തിന്റെ തന്നെ
26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പിന്നെ 15-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നെ കുറിച്ച് അവൻ സാക്ഷ്യം പറയും. 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരും. യൂദായുടെ ലേഖനം 14-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, അവിടെ നാം വായിക്കുന്നത്, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നദ്ധിയിൽ കളങ്കമില്ലാത്തവരായി നമ്മെ നിർത്തുന്ന. അപ്പോൾ എന്നാണോ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് സ്ഥാനം പിടിക്കുക, അന്ന് മുതൽ ആ വ്യക്തിയെ പിതാവിന്റെ സന്നിധിയിൽ കൊണ്ടുപോയി നിർത്തുന്നത് വരെയുള്ളതായ മുഴുവൻ ഉത്തരവാദിത്വവും ആർക്കാണുള്ളത്? പരിശുദ്ധാത്മാവിനാണുള്ളത്. അപ്പോൾ നമ്മെ ഇവിടെ നാം വായിച്ചു, ഓർമ്മപ്പെടുത്തും, വഴി നടത്തും, കൂടെയിരിക്കും, പറഞ്ഞു തരും, വീഴാതെ വണ്ണം സൂക്ഷിക്കുമെന്നൊക്കെ പറയുമ്പോ, പരിശുദ്ധാത്മാവിന് നമ്മുടെ മേലുള്ളതായിരിക്കുന്ന ആ വലിയ കടപ്പാട്, വലിയ ചുമതല നമുക്കും ബോധ്യമുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന, ആലോചനകൾ പറഞ്ഞു തരുന്ന, വഴി നടത്തുന്ന ഒരു നല്ല ഹെൽപ്പറായി, നല്ല അഡ്വക്കേറ്റായി, നല്ല കാര്യസ്ഥനായി ആര് നമ്മോട് കൂടെ നിൽക്കുന്നു? ഈ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ നിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, ഈ പരിശുദ്ധാത്മാവിന്റെ ഈ കാര്യസ്ഥത്വത്തിന് വിധേയരാകുന്നവരാണ് ദൈവമക്കൾ. അവർക്ക് മാത്രമേ ഈ ആത്മാവിന് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? വിധേയപ്പെടാനായിട്ട് കഴിയൂ. ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയെ മുദ്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, അവൻ ദൈവത്തിന്റെ വകയായി മാറിയിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ മുഴുവൻ കാര്യങ്ങളിലും പൂർണ്ണ അധികാരം ആർക്കുണ്ട്? പരിശുദ്ധാത്മാവിനുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ ആയിത്തീരണം. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുസരിക്കണം. ആത്മാവിന് നിങ്ങൾ വിധേയപ്പെടേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഈ നിലയിലെല്ലാം കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. അതുകൊണ്ട് നാം ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ദൈവാത്മാവിന്റെ നടത്തിപ്പ് അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ദൈവാത്മാവിനാലാണോ ഞാൻ വഴി നടത്തപ്പെടുന്നത്? ദൈവാത്മാവാണോ എന്നെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്നത്? അവൻ പറയുന്നത് അനുസരിച്ചാണോ എൻ്റെ ജീവിതം മുൻപോട്ട് പോകുന്നത്? ഇത് നമ്മെ തന്നെ വളരെ ശോധന ചെയ്യുവാൻ ആവശ്യമുള്ളതായ ഒരു കാര്യമാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ ഒടുവിലത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നത്, ദൈവം തന്റെ ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു എന്ന ഒരു പ്രയോഗമാണ്. അതിന്റെ മുകളിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ദൈവത്തിന്റെ കുടുംബത്തോട് ദൈവം എന്ത് ചെയ്യുന്നു? തന്റെ പരിശുദ്ധാത്മാവിനാൽ ഓരോരുത്തരെ ആയിട്ട് ഇങ്ങനെ ചേർത്ത് പണിയുന്നു എന്ന് പറഞ്ഞാൽ, ആ പിതാവായ ദൈവത്തോട് ചേർത്ത് നിർത്തി തന്റെ വിശുദ്ധന്മാരെ പരിപാലിക്കുന്ന ശുശ്രൂഷ അതാര് ചെയ്യുന്നതാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യമാണ്. നാം അത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. നാം ഓർത്തു, കർത്താവ് തന്നെ ആ ശരീരത്തിൽ ഈ ഭൂമിയിലായിരുന്നപ്പോ സഞ്ചരിക്കുന്നതിനും കാലങ്ങൾ മുൻപോട്ട് പോകുന്നതിനും പരിമിതികൾ ഉണ്ടായിരുന്നു എന്നത് നാം കണ്ടു. ഏതെങ്കിലും ഒരു രാജ്യത്ത് അത് ഒതുങ്ങി നിന്നു എന്ന് നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോ? കർത്താവ് പറഞ്ഞത് എന്താണ്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും
യഹൂദ്യയിലും ശമര്യയിലും ലോകത്തിന്റെ അറ്റത്തോളവും. അപ്പൊ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമായിരിക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധന്മാരെ ഒരുമിപ്പിച്ച് നിർത്തി അവരെ പിതാവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുചെന്ന് നിർത്താനുള്ള ഉത്തരവാദിത്വം ആരുടേതായിരുന്നു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെയാണ്. അപ്പോൾ ഏതാ പ്രയോജനം? കർത്താവ് പോകുന്നതാണ് പ്രയോജനം. അതാണ് പ്രയോജനം. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കൂടെ നിന്ന് നമുക്ക് ആലോചന പറഞ്ഞു തന്ന് വീഴാതെ വണ്ണം സൂക്ഷിച്ച് നമുക്ക് ഓർമ്മപ്പെടുത്തലുകൾ നൽകി നമ്മെ വഴി നടത്തുന്നു. എത്രയോ അനുഗ്രഹീതമായ ഒരു സാന്നിധ്യമാണ് ദൈവാത്മാവിന്റെ സാന്നിധ്യം എന്നുള്ളത് നാം ഇന്ന് രാത്രിയിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നാം വായിച്ചതുപോലെ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും. ഇനി 8-ാമത്തെ വാക്യം മുതൽ 8 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങളിൽ നാം കാണുന്നത് ലോകത്തോടുള്ള ബന്ധത്തിൽ ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ചാണ്. ലോകത്തോടുള്ള ബന്ധത്തിൽ, ദൈവ മക്കളോടുള്ള ബന്ധത്തിൽ നാം കണ്ട കാര്യം എന്താണ്? ദൈവാത്മാവിന് നമ്മുടെ മേൽ പരിപൂർണമായ അധികാരമുണ്ട്. എന്നാൽ ലോകമക്കളോടുള്ള ബന്ധത്തിൽ നാം ഇവിടെ വായിക്കുന്ന ആ വാക്കെന്താണ്? ബോധം വരുത്തും എന്നാണ്. ബോധം വരുത്തും. അവിടെ ഇംഗ്ലീഷിൽ 2 വാക്കാണ്. ഒന്ന് റീപ്രൂവ് എന്ന വാക്കുണ്ട്, അതിൽ ശാസിക്കുക എന്നുള്ള ഒരർത്ഥമാണ്. കൺവിക്റ്റ് എന്ന് പറയുന്ന മറ്റൊരു വാക്കുണ്ട്, കുറ്റക്കാരനെന്ന് വിധിക്കും എന്നുള്ള ആശയമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ലോകത്തോടുള്ള ബന്ധത്തിൽ, ലോക മക്കളോടുള്ള ബന്ധത്തിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവിന് എന്തില്ല? ലോക മക്കളോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിന് എന്തില്ല? അധികാരമില്ല. ആരെയും ദൈവത്തിന്റെ സർവശക്തിയെ നമ്മൾ മറക്കരുത്. എന്നാൽ ഒരു ലോകമകനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവിന് പുറമേ നിൽക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. പുറമേ നിൽക്കുവാനേ കഴിയുകയുള്ളൂ. അവന് ബോധം വരുത്തുവാൻ കഴിയും, ബോധം വരുത്തുവാനേ കഴിയൂ. ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരാണ്? ആ വ്യക്തിയാണ്. അതൊക്കെ പിന്നാലെ നമുക്ക് വിശദീകരിക്കും. അപ്പോൾ ഇവിടെ നാം ചിന്തിക്കേണ്ടതായ 1-2 പ്രായോഗികമായ കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാം. ലോക മനുഷ്യരോടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തിയെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവിന് ആ വ്യക്തിയിൽ എന്തുമാത്രം ചെയ്യാൻ പറ്റുകയുള്ളൂ? ബോധം വരുത്താനേ പറ്റുകയുള്ളൂ. ഈ അടുത്ത ദിവസത്തിൽ ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോ, അനേക വർഷങ്ങൾക്ക് മുൻപ് ഈ നടുവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് അവർ പ്രവർത്തനത്തിന് പോകുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ബസ് ഇറങ്ങി അവര് ആ ഉൾപ്രദേശത്തേക്ക് നടന്നു പോയി. വേല ചെയ്ത് കഴിഞ്ഞ് ഉച്ചയായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ഒരു പെട്ടിക്കടയുണ്ട്. ആ പെട്ടിക്കടയിലുള്ള ആ ചേട്ടൻ ചോദിക്കും, ഇന്ന് ആരെങ്കിലും കിട്ടിയോ? ഇന്ന് ആരെങ്കിലും കിട്ടിയോ? ഒരു പറയും, ഒന്നും കിട്ടിയില്ല. അത് എന്ന് ഇവര് പോയിട്ട് വരുമ്പോഴും ഈ കടക്കാരൻ അത് തന്നെ ചോദിക്കും, ഇന്ന് വല്ലതും കിട്ടിയോ? എത്ര നാൾ വേല ചെയ്തു എന്ന് എനിക്കറിയില്ല. ആ ദേശത്തുനിന്ന് ഒരാളും മുൻപോട്ട് വന്നിട്ടുമില്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആഴകം ദേശത്തും ഇതുപോലെ ഒരു സ്ത്രീ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഈ തെക്കോട്ടും വടക്കോട്ടും നടന്നിട്ട് ആരെങ്കിലും കിട്ടിയോ? ഇതൊക്കെ ജാതികൾ ചോദിക്കുന്ന ചോദ്യമാണ്. എന്നാൽ കാലങ്ങൾ മുൻപോട്ട് പോയപ്പോ ഇന്ന് അനേകം മൂപ്പന്മാരും സഹോദരന്മാരും ചോദിക്കുന്ന ചോദ്യവും ഇത് തന്നെയാണ്. ഈ സുവിശേഷകന്മാര് ഈ മാതിരി നടന്നിട്ട്, ഈ മാതിരി പണം മുടക്കിയിട്ട് എന്തെല്ലാം യോഗങ്ങളാണ് നിങ്ങൾ നടത്തുന്നത്?
പരസ്യയോഗം നടത്തുന്നു, ഭവന സന്ദർശനം നടത്തുന്നു, വീട്ടുമുറ്റത്ത് യോഗം നടത്തുന്നു, വലിയ കൺവെൻഷനുകൾ നടത്തുന്നു, ലക്ഷങ്ങൾ പൊടിപൊടിക്കുന്നു. എന്നിട്ട് വല്ലതും കിട്ടിയോ? ഈ അടുത്ത ദിവസത്തിലും അങ്ങനെയുള്ള ചില പരാമർശങ്ങൾ ഉണ്ടായി. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തു, എത്രമാത്രം അറിവുകേടാണ് അവര് ഈ സംസാരിക്കുന്നത്. അതിനൊരു ആശയം ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാം. നമ്മുടെ കർത്താവിന്റെ രക്തത്തിന്റെ വില എത്രയാ? കർത്താവിന്റെ ചോരയുടെ വില നമുക്ക് വിലമതിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതുവരെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ കാര്യം പോകട്ടെ, ഇന്ന് ഈ ലോകത്തിലുള്ള 800 കോടി ജനമുണ്ട്. ഈ 800 കോടി ജനത്തിൽ ദൈവത്തിന്റെ മക്കൾ എത്ര പേരുണ്ടാവും? നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനൊന്നും പറ്റില്ല. എന്നാൽ ആ തിട്ടപ്പെടുത്തതായ ആ ആത്മാക്കളെയും കർത്താവിന്റെ രക്തത്തെയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്താൽ ഇത് എത്ര പേരുണ്ട്? കർത്താവ് പിതാവായ ദൈവം മാനവജാതിക്ക് വേണ്ടി ചെലവഴിച്ചതായ വില വെച്ച് നോക്കിയാൽ എത്ര ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്? എന്റെ പിതാവിന് തെറ്റുപറ്റിയോ? ഇത്രയും ചെലവഴിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് പിതാവ് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയും കഷ്ടപ്പെടുത്തുണ്ടായിരുന്നു, ഇത്രയും പേരല്ലേ രക്ഷിക്കപ്പെടുകയുള്ളൂ, ഇത്രയും പേരല്ലേ മാനസാന്തരപ്പെട്ട് എൻ്റെ രാജ്യത്തേക്ക് വരികയുള്ളൂ, വേണ്ടായിരുന്നു ഇത്രയും എന്ന് പിതാവ് ചിന്തിച്ചോ? ചിന്തിച്ചില്ല. എന്താ എൻ്റെ കാരണം? മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ, ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചപ്പോൾ തന്നെ അവരെ സ്വതന്ത്രമായ കാഴ്ചപ്പാടോടുകൂടെയാണ് സൃഷ്ടിച്ചത്. ഒരു നിർബന്ധമായിരിക്കുന്ന ബുദ്ധി അവരുടെ മേൽ ദൈവത്തിന് ഉണ്ടായിരുന്നില്ല. ഞാനിത് എന്തിനാ പറഞ്ഞതെന്നറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് രക്ഷിക്കപ്പെടാത്തതായ ഒരു വ്യക്തിയെ അവന്റെ ചെവിക്ക് പിടിച്ച് ഇങ്ങോട്ട് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അവ പിന്നെ സുവിശേഷന്മാർക്ക് പറ്റുമോ? അപ്പൊ പിന്നെ ദൈവം ഈ വേല ചെയ്യുന്നവർക്ക് പറ്റുമോ? ഈ പണം മുടക്കുന്നവർക്ക് സാധിക്കുമോ? പ്രാർത്ഥിക്കുന്നവർക്ക് സാധിക്കുമോ? നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രാർത്ഥിക്കാം, ചിലവുകൾ ചെയ്യാം, ദൈവത്തിന്റെ വചനം അനേകരോട് ഏതെല്ലാം സാഹചര്യങ്ങളിൽ അറിയിക്കുവാനായിട്ട് കഴിയുമോ അവിടെയെല്ലാം നമുക്ക് അറിയിക്കാം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? ഈ ദൈവത്തിന്റെ വചനം കേൾപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിൽ എന്ത് നൽകുകയാണ്? പാപബോധം. ഞാൻ ആ വാക്ക് പിന്നാലെ ഞാൻ വിശദീകരിച്ചു കൊള്ളാം. ഒരു ബോധം വരുത്തുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. അവര് ബോധം വന്നാൽ ആ വിഷയത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് ശാസിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നീ ഒരു പാപിയാണെന്ന് അവനെ നോക്കി കുറ്റപ്പെടുത്തുമ്പോൾ, അയ്യോ ഞാനൊരു പാപിയാണല്ലോ എന്ന ബോധം അവന് വന്നാൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും? അവന് മാനസാന്തരപ്പെടാൻ പറ്റും. മുടിയൻപുത്രനെ കുറിച്ച് നാം എന്താ വായിക്കുന്നത്? അപ്പോൾ അവന് സുബോധം വന്നു എന്നാണ്. സുബോധം വന്നു. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു കർത്താവ് അത് പറയുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എന്ത് ചെയ്തത്? അവന് ആ സുബോധം വരത്തക്കവണ്ണം പ്രവർത്തിച്ചത്. ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ബോധ്യപ്പെടുത്തിയപ്പോൾ, അവനെ കുറ്റപ്പെടുത്തിയപ്പോൾ, അവനെ ശാസിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു? അവന് സുബോധം വന്നു. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പന്റെ അടുക്കൽ പോകും. അവനെയാണ് ആ പിതാവ് സ്വീകരിച്ചത്. അവന് അന്നും സുബോധം വന്നില്ലെങ്കിലോ? പരിശുദ്ധാത്മാവിന് അവിടെ പിന്നെ ഒന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. അതേ പ്രിയ സഹോദര സഹോദരിമാരെ, ഒരു കാരണവശാലും അയ്യോ നിങ്ങളൊക്കെ പോയി ഈ മാതിരി പ്രവർത്തിച്ചിട്ട് ആരെയും കിട്ടിയില്ലല്ലോ എന്നുള്ളതായിരിക്കുന്ന വാക്ക് പറയാൻ പാടുള്ളതല്ല. കാരണം ഒരാളെയും രക്ഷിക്കുവാനുള്ള അധികാരം ദൈവദാസന്മാർക്ക് ഇല്ല. നാം ഓർത്തതുപോലെ പരിശുദ്ധാത്മാവും എന്താ ചെയ്യുന്നത്? ബോധം വരുത്തുന്നു, കൃപ നൽകും. നാം അത് പിന്നാലെ നമുക്ക് ചിന്തിക്കാം.
ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ. ദൈവമാണ് കൃപ തരുന്നത്, അത് സൗജന്യമായിട്ട് തരുന്നതാണ്, എല്ലാം ദൈവം നൽകുന്ന ദാനമാണ്. എന്നാൽ ഇതെല്ലാം സ്വീകരിക്കുവാൻ എന്തുണ്ടാകണം? സുബോധം ഒരു വ്യക്തിയിൽ കടന്നു വരണം. അതുണ്ടാകാത്തിടത്തോളം കാലം ഒരു വ്യക്തിയും, നാം എത്ര കൊല്ലം ഒരുവന്റെ പുറകെ നടന്നാലും അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല? മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ പക്ഷത്തേക്ക് വരുവാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് നാം ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്, എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവത്തിന്റെ കൃപയാൽ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ചെവിയിൽ കൂടെ നീ ഒരു പാപിയാണ് എന്ന് കേൾപ്പിച്ച മാത്രയിൽ ഹൃദയത്തിൽ ആ ബോധം വന്ന് ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ് സമ്മതിക്കുവാനുള്ള ആ ഭാഗ്യം സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പാപിയോടുള്ള ബന്ധത്തിൽ, ലോകത്തോടുള്ള ബന്ധത്തിൽ അവൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്? അവന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്തും. അവിടെ ഇംഗ്ലീഷിൽ ഒരു തർജ്ജമയിൽ ഹൗ റോങ് ദേ ആർ അബൌട്ട് സിൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ പാപത്തെ അവർ തെറ്റായ നിലയിലാണ് അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കണ്ടുകൊണ്ടിരിക്കുന്നത്. പാപം എന്താണ് എന്നുള്ളത് വ്യക്തമായി അറിയില്ലാത്തതായ ജനക്കൂട്ടം. എന്താണ് പാപം? ഞാൻ പുറയിലിരിക്കുന്നവർ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ് പാപം എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. എന്നാൽ ഇവര് എത്രയോ തെറ്റായിട്ടാണ് പാപം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനത് നമുക്ക് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റുന്ന നിലയിൽ തന്നെ ലളിതമായി പറയുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നാം 16-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ വായിച്ചു, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്ന് പറഞ്ഞിട്ട് 9-ാമത്തെ വാക്യത്തിൽ വരുമ്പോ അവർ എന്നിൽ വിശ്വസിക്കായക കൊണ്ട് പാപത്തെക്കുറിച്ച്. അപ്പൊ എന്താ പാപം? അവിശ്വസിക്കുക, വിശ്വസിക്കാതിരിക്കുക. അവർ എന്നിൽ വിശ്വസിക്കാതിരിക്കുന്നതാണ് എന്ത്? പാപം. ഈ ജാതികളായിരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ഇടയിലും അങ്ങനെയൊക്കെ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, പാപം എന്താണെന്ന് തീരുമാനിക്കുന്നതും നമ്മളാണ്, അതിന് പരിഹാരം ഉണ്ടാകുന്നത് എങ്ങനെയെന്നും തീരുമാനിക്കുന്നതും ഈ മനുഷ്യൻ തന്നെ. വാസ്തവത്തിൽ എന്താണ് പാപമെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇന്ന് ലോക മനുഷ്യരോടുള്ള ബന്ധത്തിൽ അവരോട് ചോദിക്കാൻ, നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ചിലർ ഞാനൊരു പാപവും ചെയ്യാറില്ല. എന്താ അവരങ്ങനെ പറയണത്? അവര് അറിഞ്ഞുകൂടാന്നുള്ള വേറെ സത്യം. അവര് പാപത്തെ കുറിച്ച് അവർക്കൊരു ബോധ്യമുണ്ട്. ഏതൊക്കെയാണ് പാപം? മദ്യപാനം, വ്യഭിചാരം, കൊലപാതകം, ദുർനടപ്പ്, വിഗ്രഹാരാധന പാപമായിട്ടൊന്നും, മോഷണം, ആരെങ്കിലുമൊക്കെ ദ്രോഹിക്കുക. ഞാൻ ആരോടും ഒരു ദ്രോഹത്തിനും പോയിട്ടില്ല. അപ്പോൾ അവരുടെ കണക്ക് കൂട്ടലിൽ, ജാതികളായിരിക്കുന്ന ആളുകളുടെ കണക്ക് കൂട്ടലിൽ പാപമെന്ന് അവർ പറയുന്നത് ഈ കാര്യങ്ങളെയാണ്. അപ്പൊ അത് ചെയ്യാത്തവരോ? ഇത് പാപികളല്ല. ഇതൊന്നും ചെയ്യാത്ത എത്രയോ ആളുകളുണ്ട്. മദ്യപിക്കാത്ത, പുകവലിക്കാത്ത, ഒരു തരത്തിലുമുള്ളതായിരിക്കുന്ന സ്വഭാവങ്ങളില്ലാത്ത, വളരെ വിനയത്തോടെ സംസാരിക്കുന്ന, വളരെ വെള്ളമൊക്കെ ധരിക്കുന്ന, വളരെ അടക്കതുക്കത്തോടുകൂടെ ജീവിക്കുന്ന എത്രയോ വ്യക്തികൾ നമ്മുടെ തന്നെ ചുറ്റുപാടുകളിൽ ഉണ്ട്. അവർ പാപികളല്ലേ? അവർ പാപികളാണ്. നമുക്കത് മനസ്സിലാവില്ല. പക്ഷേ അവര് വിചാരിക്കുന്നത് അവരുടെ കണക്ക് കൂട്ടലിൽ ഇന്നിന്ന കാര്യങ്ങളൊക്കെയാണ് പാപം. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളൊന്നും ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ താരതമ്യേന കുറവാണ്. അതുകൊണ്ട് അവർ പാപികളല്ല എന്ന് വരുമോ? ഒരിക്കലും വരുന്നില്ല. നാം അറിഞ്ഞിരിക്കുക, അപ്പോൾ പാപം എന്താണെന്ന് അവരാ തീരുമാനിക്കുന്നത്. ഇതൊക്കെയാണ് പാപം.
ഇനി അതിന്റെ പരിഹാരവും ആരാ തീരുമാനിക്കുന്നത്? ഈ മനുഷ്യർ തന്നെയാണ്. അവര് എന്താ ചിന്തിക്കുന്നത്? ഒന്ന് പ്രാർത്ഥിച്ചാൽ, ഒന്ന് കുമ്പസാരിച്ചാൽ, ഒന്ന് വഴിപാട് കഴിച്ചാൽ, ഒരു തീർത്ഥയാത്ര നടത്തിയാൽ, എന്തെങ്കിലും പാവങ്ങൾക്ക് കൊടുത്താൽ എന്തുണ്ടാകും? എൻ്റെ ഈ പാപത്തിന് പരിഹാരമുണ്ടാകും. അതല്ലേ ഈ ജാതികൾ വിശ്വസിക്കുന്നത്? അതല്ലേ ജാതികൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അതല്ലേ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഈ വലിയ നൊയമ്പ് നോക്കുക അല്ലേ? ഇതൊരു വലിയ നൊയമ്പ്, ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് വലിയ നൊയമ്പാണ്. ഇത് കഴിഞ്ഞാൽ അവരുടെ ധാരണ എന്താണ്? ഇതുവരെയുള്ള മുഴുവൻ പാപങ്ങളും പരിഹരിക്കപ്പെട്ടു, ഞങ്ങൾ വിശുദ്ധന്മാരായി തീർന്നു എന്നാണ് അവരുടെ ബോധം. അവരുടെ ഉള്ളിൽ അതാണ് അവരുടെ താല്പര്യം. ഇനി നമ്മിലേക്കൊന്ന് ചിന്തിക്കുക. എന്താ പാപം? നമ്മൾ വല്ല പാപവും ചെയ്യാറുണ്ടോ? നമ്മുടെയും ധാരണ, പ്രത്യേകിച്ച് വളർന്നു വരുന്നതായിരിക്കുന്ന തലമുറയോടുള്ള ബന്ധത്തിൽ എന്താ ചിന്തിക്കുന്നത്? ഞങ്ങളും അങ്ങനെ വേറെ അലമ്പ് കൂട്ടുകെട്ടൊന്നും ഞങ്ങൾക്ക് ഇല്ല. ഞങ്ങൾ നല്ല പിള്ളേരാണ്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, സൺഡേ സ്കൂൾ പഠിക്കുന്നുണ്ട്, വാക്യങ്ങൾ കാണാതെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സ്വഭാവമാണ്, എല്ലാം ശരിയാണ്. അതാണ് പാപമില്ലാത്ത അവസ്ഥ എന്ന് തെറ്റിദ്ധരിച്ച് വളരുന്ന ഒരു കൂട്ടരും നമ്മുടെ മധ്യത്തിലും ഉണ്ട്. അവര് വിചാരിക്കുന്നതെന്ന് ഞായറാഴ്ച ആരാധന യോഗത്തിന് വരിക, സൺഡേ സ്കൂളിൽ കൃത്യമായിട്ട് വരിക, രാവിലെയും വൈകിട്ടും ഒരു വാക്ക് പ്രാർത്ഥിക്കുക, ഒരധ്യായം വേദപുസ്തകം വായിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ പറഞ്ഞ കാര്യമാണ്, ഞാൻ വേദപുസ്തകം വായിച്ച് മടുത്തു. എന്തിന്? പ്രശ്നം പരിഹരിക്കപ്പെടാനാ. വേദപുസ്തകം വായിച്ച് മടുത്തു എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരുടെ ധാരണ കിടക്കുന്നത് എന്താ? വേദപുസ്തകം വായിച്ചാൽ, എവിടെയെങ്കിലും പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ ഇതെല്ലാം പരിഹരിക്കപ്പെടുമെന്നാണ്. ഇല്ല, അതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല. ദൈവത്തിന്റെ വചനത്തിലേക്ക് നോക്കുമ്പോഴാണ് ഈ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതായ കാര്യം. അപ്പോൾ ഇവിടെ നാം വായിച്ചതുപോലെ തന്നെ ഇവിടെ 16-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നാം കണ്ടു, അവർ എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട് പാപത്തെ കുറിച്ച് ഞാൻ ബോധം വരുത്തും. അവൻ നിങ്ങൾക്ക് ബോധം അല്ല, അവൻ ലോകത്തിന് ബോധം വരുത്തുമെന്നാണ്. എന്നിൽ വിശ്വസിക്കാത്തതാണ് ഏറ്റവും വലിയ പാപമെന്ന് ആര് പറഞ്ഞു? നമ്മുടെ കർത്താവ് പറഞ്ഞു. ഈ യോഹന്നാന്റെ സുവിശേഷം തന്നെ 8-ാം അധ്യായം അതിന്റെ 23, 24 വാക്യങ്ങൾ. ഈ 8-ാം അധ്യായത്തിന്റെ 23, 24 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവൻ അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് ഉള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവരെന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. യഹൂദന്മാരോട് പറയുക, യേശുവിനെ കുറിച്ച് കണ്ടവരോട് പറയുകയാണ്, നിങ്ങൾ മരിക്കും, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. എന്താ കാരണം പറഞ്ഞത്? നിങ്ങൾ ഞാൻ മേലിൽ നിന്ന് വന്നവനാണെന്ന് വിശ്വസിക്കാത്തത് കൊണ്ട്. നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിച്ചത് കൊണ്ടോ, നിങ്ങൾ മദ്യപാനികളായതുകൊണ്ടോ, നിങ്ങൾ വ്യഭിചാരം ചെയ്യുന്നവരായതുകൊണ്ടോ നിങ്ങൾ നരകത്തിലേക്ക് പോകും, പാപത്തിൽ മരിക്കുമെന്നല്ല പറഞ്ഞത്. മറിച്ച് എന്താ പറഞ്ഞത്? ഞാൻ മേലിൽ നിന്നുള്ളവനെന്ന് നിങ്ങൾ വിശ്വസിക്കായ്ക കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. 5-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിലും അത് തന്നെ നാം കാണുന്നുണ്ട്. അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല, അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. എന്നിട്ട് പറയുന്നു, ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. അപ്പോൾ അവിടെയും വായിക്കുന്നത്, നിങ്ങൾ എന്നിൽ എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തതാണ് ഏറ്റവും വലിയ പാപം എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കും. നാം ആ മുടിയൻ പുത്രനോടുള്ള ബന്ധത്തിലേക്ക് ഒന്നുകൂടെ നാം പുറകോട്ട് ചിന്തിച്ചാൽ, അവിടെ ആ പിതാവിന്റെ അടുക്കൽ വന്ന് ആ മകൻ പറയുന്ന കാര്യം എന്താണ്?
ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. ഞാൻ ഇത്രയും കാലം മദ്യപിച്ചു നടന്നു, ഇത്രയും കാലം ദുർനടപ്പ് ജീവിച്ചു, അല്ലെങ്കിൽ ഇത്രയും കാലം നീ തന്ന പണമൊക്കെ ഞാൻ ചെലവഴിച്ചു എന്നല്ല അവൻ പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ അവന് ബോധ്യമായ കാര്യം എന്താണ്? അവന്റെ അപ്പനെ വിട്ടു പോയതാണ് പാപമായി അവന്റെ ജീവിതത്തിൽ അവന് ബോധ്യമായി. അപ്പനെ വിട്ടു പോയതാണ്, അപ്പന്റെ സാന്നിധ്യം അകന്നു മാറിയതാണ് പാപം എന്നുള്ളത് അവന് പൂർണ്ണമായിട്ട് ബോധ്യം വന്നു. ആ പിതാവ് അവനെ കുറിച്ച് പറയുന്ന കാര്യവും എന്താണ്? ഈ എൻ്റെ മകൻ കാണാതെ പോയിരുന്നു, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇതാ അവൻ തിരികെ വന്നിരിക്കുന്നു, അവൻ വീണ്ടും ജീവിച്ചിരിക്കുന്നു. അപ്പോൾ പാപം എന്ന് പറയുന്നത് പിതാവിനെ, ദൈവത്തിന്റെ പുത്രനെ അംഗീകരിക്കാതെ, വിശ്വസിക്കാതെ, അനുസരിക്കാതെ അവനെ വിട്ട് മാറുന്നതാണ് എന്നുള്ളത് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ യോഹന്നാന്റെ സുവിശേഷം തന്നെ 3-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ കാണുന്ന ഒരു കാര്യം, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ ദൈവക്രോധം വസിക്കുന്നതിന്റെ കാരണം എന്താണ്? പുത്രനെ വിശ്വസിക്കുന്നില്ല. പുത്രനെ വിശ്വസിക്കാത്തവൻ അവനെ എന്ത് ചെയ്യില്ല? അനുസരിക്കുകയും ഇല്ല. അതാണ് ഏറ്റവും വലിയ പാപമായിട്ടും ഏറ്റവും വലിയ ന്യായവിധിക്ക്, ദൈവക്രോധത്തിന് ഇടയാകുന്ന കാര്യവും എന്ന് നാം മനസ്സിലാക്കണം. നമുക്കറിയാം ആ കാര്യം. ഒന്നുകൂടെ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ പുത്രൻ, പിതാവായിരിക്കുന്ന ദൈവം പുത്രനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പുത്രൻ തന്നെ പറയുന്ന കാര്യമാണ് നാം വായിച്ചത്, അവർ എന്നിൽ വിശ്വസിക്കായക കൊണ്ട്. നമുക്കറിയാം ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചപ്പോ യോഹന്നാൻ സ്നാപകൻ അവന് നോക്കി പറഞ്ഞ കാര്യം എന്താ? ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അപ്പോൾ അവൻ പാപം ചുമന്നൊഴിച്ചു. ഞാനത് ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിന് ഒന്നുകൂടെ വിശദീകരിച്ചുകൊള്ളാം. അപ്പോൾ ഇവിടെ നാം വായിക്കേണ്ടത്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്, പിതാവായ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ലോകത്തുള്ളതായിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും പാപങ്ങൾക്ക് എന്തുണ്ടായിട്ടുണ്ട്? പരിഹാരം വരുത്തി. മുഴുവൻ മനുഷ്യരുടെയും പാപങ്ങൾക്ക് പിതാവായ ദൈവം പരിഹാരം വരുത്തി കഴിഞ്ഞു. എന്നാൽ മനുഷ്യർ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം എന്താണ്? അവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. എന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ കർത്താവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും കർത്തവ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ കേരള ഗവൺമെന്റ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് 100% സാക്ഷരത കൈവരിച്ച ഒരു സംസ്ഥാനമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുൻപിലുള്ളതായ ആ ഫയലിൽ എന്താ രേഖപ്പെടുത്തിയിട്ടുള്ളത്? 100% സാക്ഷരതയാണ്. എഴുത്തും വായനയും അറിയാത്ത എത്രയോ പേര് ഇന്ന് നമ്മുടെ മധ്യേ ഉണ്ട്. എന്താ കാരണം? ഗവൺമെന്റിന്റെ കുറവാണോ? മുഖ്യമന്ത്രിയുടെ കുഴപ്പമാണോ? അല്ല. പിന്നെ ഇവന്റെ കുഴപ്പമാണ്. ഇവൻ എന്ത് ചെയ്യുന്നില്ല? ഇവൻ പഠിക്കാൻ പോയിട്ടില്ല. ഇവൻ എഴുതാനോ വായിക്കാനോ ഇവൻ തയ്യാറാകാത്തത് കൊണ്ടാണ് അത് സംഭവിച്ചത്. എന്നാൽ ഗവൺമെന്റിന്റെ മുൻപിലുള്ള ലിസ്റ്റിൽ ആ ഫയലിൽ എന്താ കിടക്കുന്നത്? മുഴുവൻ പേര്. അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അല്ലേ? കേരളത്തിൽ ആരും ദരിദ്രരില്ല എന്ന് പ്രഖ്യാപിച്ച ഫയൽ അവിടെ കാണും. പക്ഷെ എന്തില്ല? എത്രയോ ആളുകൾ ഇന്നും പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ടാകും. അതിന്റെ കാരണക്കാരനാരാ? ഗവൺമെന്റ് ആണോ? അല്ല, അവരവർ തന്നെയാണ്. സൗജന്യമായിട്ട് നൽകുന്ന ആ ദാനത്തെ സ്വീകരിച്ച് വിശപ്പ് മാറ്റി ജീവിക്കേണ്ടതിന് പകരം അവൻ നിഷേധത്തോടുകൂടെ അതിനെ അവഗണിക്കുമ്പോൾ അവൻ തന്നെ മരിക്കുകയാണ്. എന്നതുപോലെ
പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ മുഴുവൻ മാനവജാതിയും അവന്റെ പുത്രന്റെ വിലയേറിയ ചോരയാൽ പാപപരിഹാരം നൽകപ്പെട്ടവരാണ്. പക്ഷെ അവരവർ ഓരോരുത്തരും എന്ത് ചെയ്യണം? ഈ ബോധം വരുമ്പോ അവരുടെ ഹൃദയങ്ങൾ ഈ കർത്താവിൽ വിശ്വസിക്കുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന സമയത്ത് ആമേൻ പറഞ്ഞ് ആരംഗീകരിക്കുമോ അവൻ ദൈവത്തിന്റെ വകയാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ സുവിശേഷമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവരോട് പറയും, ഈ കർത്താവിനെ ഏറ്റുപറയാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അപ്പോൾ അവര് ആമേൻ പറഞ്ഞാൽ നമ്മൾ കരുതും എന്ത്? അവർ രക്ഷിക്കപ്പെട്ടു. ഒരുപക്ഷെ ആ പറയുന്നവരും പിന്നത്തേതിൽ എത്രമാത്രം ജെന്യൂൻ ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ പിന്നത്തേതിൽ സംശയമായിട്ടൊക്കെ വരാറുണ്ട്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന നമ്മെ സംബന്ധിച്ച് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മാറ്റണം. നമ്മെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ പാപത്തെക്കുറിച്ച് ബോധം വരുത്തിയപ്പോ, അതേ കർത്താവേ, ഞാൻ പാപിയാണ്, അങ്ങയുടെ പ്രിയപുത്രനിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് നാം ഏറ്റു പറഞ്ഞപ്പോഴാണ് എന്തുണ്ടായത്? നമുക്ക് പാപത്തെക്കുറിച്ച് മോചനം ദൈവം തമ്പുരാൻ നമുക്ക് നൽകി. അപ്പോൾ നമ്മുടെ പരിശുദ്ധാത്മാവ് ബോധം വരുത്തുമ്പോൾ പ്രിയപുത്രനെ വിശ്വസിക്കുവാൻ, പ്രിയപുത്രനെ സ്വീകരിക്കുവാൻ, പ്രിയപുത്രനെ ഏറ്റുപറയുവാൻ, പ്രിയപുത്രനെ അനുസരിക്കുവാൻ, അവനെ അനുഗമിക്കുവാൻ തയ്യാറാകുന്നിടത്താണ് എന്തുണ്ടാകുന്നത്? ആ വ്യക്തിക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയുന്നത്. അങ്ങനെയുള്ളവരുടെ അകത്തളത്തിലാണ് പിതാവായിരിക്കുന്ന ദൈവം തന്റെ പരിശുദ്ധാത്മാവിൽ മുദ്ര കുത്തുന്നത്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇന്ന് ഇവിടെ നിർത്താം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവം അയച്ചു തന്നത് അത് നമുക്ക് നല്ലതായി. ഒന്ന്, ദൈവ മക്കളോടുള്ളതായ ബന്ധത്തിൽ എത്രയോ ശക്തമായിരിക്കുന്ന സ്വാധീനം, അല്ലെങ്കിൽ നമ്മെ സുരക്ഷിതത്വമുള്ളവരായി പിതാവിന്റെ സന്നിധിയിൽ നമ്മെ നിർത്തുന്നതായ സമയം വരെ ആ പരിശുദ്ധാത്മാവ് നമ്മെ സൂക്ഷിക്കും. ജാതികളോടുള്ളതായ ബന്ധത്തിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവിന് അധികാരമൊന്നുമില്ല. മറിച്ച് അവരെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? ബോധം വരുത്തുന്നു. പാപത്തെക്കുറിച്ചുള്ള ബോധം വരുത്തുന്നു. എന്താണ് പാപം? അവർ എന്നിൽ വിശ്വസിക്കായക കൊണ്ട് പാപം. ആ പാപത്തെക്കുറിച്ചാണ് ദൈവത്തിന്റെ ആത്മാവ് ഇന്നും അനേകം ജാതികളുടെ ഹൃദയങ്ങളിൽ ബോധം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾ അത് കേൾക്കാനോ അംഗീകരിക്കാനോ വിശ്വസിക്കാനോ മനസ്സില്ലാത്തത് കൊണ്ട് അവർ ദൈവത്തിന്റെ മക്കളല്ലാതെ ഈ തലമുറയിൽ ജീവിച്ച് മുൻപോട്ട് പോകുകയാണ്. ദൈവം നമുക്ക് നൽകിയ വലിയ ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ കർത്താവ് പിതാവായ ദൈവം നമ്മോട് കാണിച്ചതായ ഈ മഹാകരുണയ്ക്ക് അവന് നന്ദി പറയാം. ആത്മാവിന് വിധേയപ്പെട്ട് നമുക്ക് ജീവിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ അതിനായി സഹായിക്കുമാറാണ്.